പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നോമ്പുകാല ചിന്തകൾ പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കുമ്പസാരത്തെ കുറിച്ചാണ്. വചനത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, തെറ്റുകൾ മറച്ചു വെക്കുന്നവർക്ക് ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാവുകയില്ല. എന്തുകൊണ്ട് ഒരു മനുഷ്യനെ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും സമാധാനവും ലഭിക്കാത്തതിന്റെ കാര്യം, അവൻ തെറ്റുകൾ ചെയ്തിട്ട് ദൈവത്തിനെതിരെ മനുഷ്യർക്കെതിരെ വാക്കിലും പ്രവൃത്തിയിലും തെറ്റ് ചെയ്തിട്ട് അത് രഹസ്യമായി മൂടിവെച്ചാൽ അതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അവന്റെ മക്കളും തലമുറയുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ നോമ്പ് കാലത്ത് ചിന്തിക്കാം. നല്ലൊരു കുമ്പസാരത്തെ കുറിച്ച് നമുക്ക് ഒരുങ്ങി നല്ലൊരു കുമ്പസാരം കാഴ്ചവെക്കാം. ഞാൻ ഒരിക്കലേ വേളാങ്കണ്ണി ധ്യാന കേന്ദ്രമുണ്ട്, അവിടെ ധ്യാനം നടത്തുമ്പോൾ വടക്കാഞ്ചേരിയിൽ നിന്ന് ഒരു ഫാമിലി, അപ്പനും അമ്മയും മകനും മകന്റെ ഭാര്യയും 2 മക്കളുമായിട്ട് 6 പേര് അവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അപ്പോ അമ്മ എന്നോട് പ്രത്യേകം പറഞ്ഞു, എന്റെ കെട്ടിയ ആള് കുമ്പസാരിച്ചിട്ട് വർഷങ്ങളായി, കല്യാണത്തിന് കുമ്പസാരിച്ചത്. അപ്പൊ ബ്രദർ ഒന്ന് പറയണം. ഞാൻ പറഞ്ഞു, ചേച്ചി വിഷമിക്കണം, ഈ കുമ്പസാരത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ ചേട്ടൻ നന്നായി കുമ്പസാരിച്ചോളും. അതിന്റെ കൂട്ടത്തിൽ പറയാണ്, എന്റെ മോൻ കുമ്പസാരിച്ചിട്ട് 12 കൊല്ലായി. അപ്പൊ അപ്പൻ കുമ്പസാരിക്കാത്തത് കൊണ്ട് മകനെ കുമ്പസാരിച്ചിട്ടില്ല. അങ്ങനെ കുമ്പസാരത്തിന്റെ ക്ലാസ് കൊടുത്തു കഴിഞ്ഞിട്ട് എല്ലാവരും കുമ്പസാരിക്കാൻ പോയി. ശനിയാഴ്ച കുമ്പസാരത്തിന്റെ ദിവസമാണ്, മലയാളം കുമ്പസാരം അവിടെ നടക്കുന്ന സ്ഥലം. പക്ഷെ ഈ ചേട്ടൻ മാത്രം ഇങ്ങനെ കണ്ണടച്ചിരിക്കുന്നു. അവരെ തട്ടിട്ട് വിളിച്ചിട്ട് ചോദിച്ചു, എന്താ കുമ്പസാരിക്കാൻ പോണില്ല? ഞാൻ ആലോചിക്കുകയാണ്, 23 വർഷത്തെ എൻ്റെ പാപങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കാം. എനിക്ക് വലിയ സന്തോഷമായി. കാരണം ഇദ്ദേഹത്തിന്റെ ഭാര്യ എന്നെ നിർബന്ധിച്ച് പറയിപ്പിച്ചതാണ് കുമ്പസാരിക്കും. ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ കുമ്പസാരിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പുണ്ടായി. അപ്പൊ അപ്പൻ കുമ്പസാരിച്ചപ്പോൾ മകനും പോയി കുമ്പസാരിക്കുന്നത് എനിക്ക് കാണാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ മഗ്ദലേനക്കാരും അറിയാം. എനിക്ക് ബൈബിളിൽ നല്ലൊരു കുമ്പസാരം കാഴ്ചവെച്ചിട്ടുള്ള മഗ്ദലേനക്കാരും മറിയമാണ്. ആ മറിയം ലോകത്തിലെ ഏറ്റവും വലിയൊരു പാപിനിയാണ്. അവൾക്കൊരു വിശുദ്ധിയായി മാറാമെങ്കിൽ, ഞാനത് തിരിച്ചറിയുന്നത് ഇവിടെ എറണാകുളത്ത് മരട് എന്ന് പറയുന്ന ഒരു പള്ളിയിൽ ഞാൻ ധ്യാനം നടത്താൻ പോയപ്പോൾ അവിടെ ഒരു ആർച്ചിന്റെ മുകളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സെയിന്റ് മേരി മാഗ്ദലിൻ ചർച്ച്. ആ ധ്യാനത്തിന് നടത്താൻ ഞാൻ ചെല്ലുന്ന നിമിഷം വരെ മഗ്ദലേനക്കാരി മറിയത്തെ കുറിച്ച് എനിക്ക് വലിയ മതിപ്പുണ്ടായിരുന്നില്ല. അങ്ങനെ അവള് വിശുദ്ധിയാണെന്ന് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. അന്ന് മുതലാണ് മഗ്ദലേനക്കാരി മറിയത്തിന്റെ കുമ്പസാരം ഞാനെല്ലാം അവിടുത്തെ പറയാൻ തുടങ്ങിയത്. അവള് ഈശോയുടെ ശിമിയോന്റെ ഭവനത്തിൽ ഈശോ കടന്നു വന്നപ്പോൾ ആ ഈശോയുടെ കാൽക്കൽ മുട്ടുകുത്തി കമന്ന് കിടന്നു തന്റെ ശിരസ് യേശുവിന്റെ പാദങ്ങളിൽ വെച്ച് കണ്ണീരോടുകൂടി അവള് കരയുക. കാരണം വർഷങ്ങളായിട്ട് ദൈവത്തിനെതിരായി മനുഷ്യർക്കെതിരായി ജീവിതത്തിൽ വന്നു പോയ അപരാധങ്ങൾ, എൻ്റെ ഈ ശരീരം കൊണ്ട് അനേക പുരുഷന്മാരെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. അതിനോർത്ത് കരഞ്ഞ് തൻ്റെ കണ്ണീര് കൊണ്ട് പാദങ്ങൾ കഴുകി എന്നാണ് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത്. നമ്മുടെ ഭർത്താവ് മരിച്ചാൽ, അല്ലെങ്കിൽ ഭാര്യ മരിച്ചാൽ, മക്കൾ മരിച്ചാൽ ചിലപ്പോൾ 2 കണ്ണീര് വിടും. പക്ഷെ ഈ കണ്ണീരല്ല മഗ്ദലേനക്കാരി മറിയം ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചപ്പോൾ ആ മറിയം യേശുവിന്റെ കാൽക്കൽ കമന്ന് കിടന്നു പാദങ്ങളിൽ ശിരസ് വെച്ച് 2 പാദങ്ങളും കഴുകി വിശുദ്ധീകരിക്കുവാൻ അവൾക്ക് കണ്ണീരൊഴുക്കാൻ സാധിച്ചു. ആ കണ്ണീരിന്റെ വിലയാണ് പ്രിയപ്പെട്ടവരെ അവളെ ഒരു വിശുദ്ധിയാക്കി മാറ്റിയത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഇവൾ എല്ലാറ്റിനുപരിയായി എന്നെ സ്നേഹിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, അതുകൊണ്ട് ഇവൾ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ എല്ലാ പാപങ്ങളും ക്ഷമിച്ചതിന് ശേഷമാണ് അവൾ യേശുവിനെ അനുഗമിക്കാൻ തയ്യാറായത്. അങ്ങനെ കർത്താവിന്റെ കൂടെ 12 അപ്പോസ്തലന്മാരും അനേക ശിഷ്യന്മാരുണ്ട്. അവരാരും ഈ വിശുദ്ധിയിലെ യേശുവിനെ അനുഗമിച്ചിട്ടില്ല. ഇവൾക്കാണ് ഉത്തിതനായ യേശുവിനെ ജീവനോടെ കാണുവാൻ സാധിച്ചത്. കർത്താവ് പറയുന്നുണ്ടല്ലോ, ഹൃദയ പരിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മഗ്ദലേനക്കാരി മറിയം ഹൃദയം പരിശുദ്ധമാക്കിയതിന് ശേഷമാണ്, എല്ലാ പാപങ്ങളും ഈശോ ക്ഷമിച്ചതിന് ശേഷമാണ് അവൾ യേശുവിനെ അനുഗമിച്ചത്. ആ സ്ത്രീക്ക് മാത്രമാണ് ഉത്തിതനായ യേശുവിനെ കാണുവാൻ ഭാഗ്യമുണ്ടായത്. നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമാക്കുന്ന ചുമതല നമുക്കുള്ളതാണ്. നമ്മുടെ മന്ത്രവാദിയായ ശിമയോനോട് പത്രോസ് പറയുന്നുണ്ട്, നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ ശുദ്ധമല്ല, അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ നിനക്ക് യാതൊരു ഭാഗഭാഗിത്വവും ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ നോമ്പ് കാലത്ത് നമുക്ക് നമ്മുടെ എല്ലാ പാപങ്ങളും തമ്പുരാന്റെ മുമ്പിൽ ഇറക്കി വെച്ച് നല്ലൊരു ഹൃദയത്തിന്റെ ഉടമയായി നമുക്ക് മാറാം. അങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ വിലപ്പെട്ടവരായി, ഹൃദയ പരിശുദ്ധിയുള്ളവരായി, ദൈവത്തെ ദർശിക്കുന്നവരായി മാറാം.
പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.